ഹായ് ഗായ്സ്, ലക്ഷദ്വീപിൽ നിന്ന് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഒരാൾ ഫോണിലാണ് ഗൈസ്, ഫോണിൽ രാവിലെ തന്നെ സ്റ്റോറി സ്റ്റാറ്റസ് ഇടുന്ന പരിപാടിയാ തോന്നുന്നത്. എനിക്ക് അക്കൗണ്ടിൽ സ്വന്തമായിട്ട് കയറിയിടുന്ന ആളാണ്. എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഷിങ്കു യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റോറി ഇടുമ്പം മെൻഷൻ ചെയ്യാൻ പറ്റും. എന്നിട്ട് എൻ്റെ അക്കൗണ്ടിൽ കയറിയിട്ട് ഓളെ മെൻഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഷിങ്കു. സോ ഗൈസ്, ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നോർക്ലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്കൂബ ഡൈവിങ് കഴിഞ്ഞു, കയാക്കിങ് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. നമ്മൾ സ്നോർക്ലിംഗ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഷിങ്കു ഇറങ്ങുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ ബ്രേവ് ഗേളായി സ്കൂബ ഡൈവിങ് ചെയ്തു. അപ്പം എന്താ സ്നോർക്ലിംഗ് ചെയ്യാത്തത്? ഇല്ല, എനിക്ക് ഇന്ന് വെള്ളത്തിൽ ഇറങ്ങാൻ കൂടിയില്ല. സോ ഇന്ന് ഞാനാണ് ഇന്നത്തെ തരം. പിന്നെ എല്ലാവരോടും ഒരു നന്ദി കൂടി അറിയിക്കണം. ലക്ഷദ്വീപിൽ വന്നതിന് ശേഷം ഷിങ്കുനെങ്ങാട്ടിയും അടിപൊളി ലുക്ക് ഞാനാണെന്നുള്ള കമന്റ് ബോക്സിൽ കുറേ കണ്ടു. എല്ലാവരോടും താങ്ക് യു. സൺസ്ക്രീൻ ഇട്ട് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഞാനാണ് കൂടുതൽ ലുക്ക് എന്ന് പറഞ്ഞതിന്. കമന്റ് ബോക്സ് കണ്ടില്ലേ? പറഞ്ഞേ. പിന്നെ ഈ വട്ടം പിന്നെ മൊഞ്ച് കൂടിയിരുന്നത് യാസീനാണ് എന്നുള്ളത്. അപ്പം നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മളെ ടീം മുന്നിൽ പോകുന്നുണ്ട്. ഓരോ കൂടെയാണ് പോണത്. മൂന്ന് ദിവസം നല്ല കാലാവസ്ഥ. ഇവിടെ എല്ലാ വീട്ടിലും ആടും കുട്ടികളുണ്ട് കേട്ടോ. ഞാൻ ഒരു വീട്ടില് നല്ല ഭംഗിയുള്ള ആടും കുട്ടികളെ ഞാൻ വീഡിയോ കാണിച്ചരാ. നല്ല രസമുണ്ട്, എല്ലാം ഭയങ്കര ക്യൂട്ട്. ഓക്കെ, അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. സോ ഞങ്ങൾ പറന്ന് പോയിട്ട് ബാക്കി കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിക്കാം. സോ ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ. ഇന്ന് ആൾക്കാരെ കണ്ടില്ലേ? ഇത് ഇവിടുത്തെ അല്ല, ഇവിടെ ഒരു മിനിറ്റ്. പിന്നെ ഇവിടെ വർക്കിന് വരുന്ന ആൾക്കാരാണ്. ഈ കേരളത്തിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരുണ്ട്. തമിഴ്നാട്ടിൽ നിന്നാണ് കൂടുതലുള്ളൂ. സോ നൈസ് ഗൈസ്, ലെറ്റ്സ് ഗോ. സോ ഗൈസ്, നമ്മൾ സ്നോർക്ലിങ്ങിന് പോകുന്നതിന് മുന്നേ ഇവിടുത്തെ ഉള്ളേരിയയിൽ കൂടെ വണ്ടി ഓടിച്ച് നടക്കുകയാണ് കേട്ടോ. നമ്മളവിടെ പോയപ്പം കുറച്ച് തിരക്ക് കൂടുതൽ, പിന്നെ ഞാൻ കുറച്ച് നേരവും വൈകി. സോ ആ ടീം കഴിഞ്ഞിട്ട് നമുക്ക് കയറാമെന്ന് പറഞ്ഞു. ഞാനല്ല ഒരു പറഞ്ഞു. സോ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ, വെറൈറ്റി തന്നെ. ഫുള്ള് എല്ലാ ഏരിയയും ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇപ്പൊ തള്ളി വിടല്ലേ, ഇപ്പൊ വീണേനെ. ഓഹോ, അമ്മ, ഇത് നമ്മൾ കാണാത്ത സ്ഥലല്ലേ? അതാണ് റോഡ്. ഇത് ഉള്ളേരിയയിൽ കൂടെ നമ്മൾ വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നൈസ്. ഉള്ളേരിയയിൽ കുറേ വീടുകളുണ്ടല്ലേ. ഇതാ വേറെ പുര, കുറേ പുരകൾ. ഇതാ രസമുണ്ട് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ലോക്കൽസ്. അതായത് ഇവിടുത്തെ ആൾക്കാർ താമസിക്കുന്ന ഏരിയയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മണലുണ്ടായതുകൊണ്ട് സ്കൂട്ടി ഓടിക്കുമ്പോൾ ഒറ്റ കൈ കൊണ്ടല്ലേ വീഡിയോ ഓടിക്കണം. രണ്ടും കൂടി ഒരുമിച്ച് നമുക്ക് കിടക്കില്ല. അത് നമ്മൾ ശ്രദ്ധിക്കണം. വീഡിയോ ക്യാമറ കണ്ടപ്പോൾ താത്താമാരൊക്കെ പിന്നെ മുഖം മറിച്ച് ഗൈസ്. എന്തായാലും കൊള്ളാം. നമ്മളിത് ലക്ഷദ്വീപിന്റെ ഭംഗി ആസ്വദിച്ച് ഉള്ള റോട്ടിൽ കൂടെ പോവാണ്. അഗത്തിന്റെ ഭംഗി. ലക്ഷദ്വീപിൽ തന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഐലൻഡ്സ് ഉണ്ട്. അതിൽ അഗത്തി നോക്കിക്കൊണ്ടോണേ. സുന്ദരിയാണ്. ഓക്കെ, നമ്മളെ വണ്ടി എങ്ങോട്ടാ പോയത്? അതെ, അത് നമ്മൾ അഗത്തിന്റെ ഭംഗി ആസ്വദിച്ച് പോവാണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് എല്ലാവരും ഇവിടെ ക്ലീൻ ചെയ്യാണ് അല്ലേ? ഒരു സേവനവാരം പോലെ എല്ലാ നാട്ടുകാരും ക്ലീൻ ചെയ്യാണ്. നല്ല രസമുണ്ട്. എല്ലാം നല്ല വൃത്തിയിൽ നോക്കിക്കോ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. വെച്ചാൽ അവർ ക്ലീൻ ചെയ്തെന്ന് വെച്ചാൽ അവരുടെ പറമ്പിലത്തെ മറ്റ് സാധനങ്ങളില്ലേ,
അതും ഇതൊക്കെയാണ്. എന്നെ പിന്നെ ആ ബീച്ച് സൈഡിൽ മാത്രമേ കുറച്ച് നമ്മൾ ടൂറിസ്റ്റുകൾ കൊണ്ടുവച്ച പ്ലാസ്റ്റിക്കും അതും ക്ലീൻ ചെയ്യുന്നുണ്ട് അവിടുത്തെ ഏരിയത്തെ ആൾക്കാർ അല്ലേ. ഓർക്ക് ഓടാൻ പറ്റിയില്ല, ഇല്ലെങ്കിൽ ഓടിയാനെ. ആ അപ്പൊ നല്ല രസമുണ്ട് കാണാൻ. എന്തൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇതാണ് അഗത്തി ദ്വീപിന്റെ ഉള്ളേരിയ. എന്തോരം തെങ്ങാലേ, ഫുള്ള് തെങ്ങാണ്. ഇവരുടെ സോസ് എന്ന് വെച്ചാൽ തേങ്ങയാണ്. എണ്ണൊക്കെ ഇവിടെ നമ്മളുടെ നാട്ടിൽ 400 ആണെങ്കിൽ ഇവൻ അതിൻ്റെ പകുതി റേറ്റേ ഉള്ളൂ. എല്ലാ വീട്ടിലും കുറേ തേങ്ങ ഇങ്ങനെ കൂട്ടിയിട്ടുണ്ടാവും. എന്നിട്ട് അവർ തന്നെ ചിരകി ആട്ടി അങ്ങനെയൊക്കെയാണ് ഇവർ യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇതാണ് എന്ത് രസമാണ്. നിങ്ങൾ സൂക്ഷിച്ചോടിക്കണേ, ഇവിടെ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള സൂക്ഷിച്ചോടിക്കുക. ഒരു പ്രൊഫഷണൽ റൈഡറോടാണ് താങ്കൾ ഇങ്ങനെ സംസാരിക്കുന്നത്. എന്നാലും സൂക്ഷിച്ചോടിക്കുക. വികുമ മാത്രം ഞാൻ മാറ്റി. എല്ലാവരും താടും കുഞ്ഞും മക്കളും ഫാമിലിയാണ് അല്ലേ. എന്ത് രസമാണ്. കൊള്ളാം കൊള്ളാം കൊള്ളാം. നല്ല രസമുണ്ട്, നല്ല രസമുണ്ട്. കൊള്ളാം. ഓഫിട്ടെ എല്ലാ വീട്ടിലും ആടുണ്ട്. ഇല്ല. അപ്പൊ ഒരു വല്യപ്പ വണ്ടി ആയിട്ട് വരുന്നുണ്ട്. വെല്ലിപ്പന്നൊക്കെ വെല്ലിപ്പ അത് കാണുമ്പോ അന്നെടുത്തിട്ട് കുത്തു. ആരുടെ എന്റെ വെല്ലിപ്പ. കൊള്ളാം. തേങ്ങ 2-3 തേങ്ങ എടുത്ത് പുരയെ കൊണ്ടല്ലോ. ഫ്ലൈറ്റിലല്ല, നമ്മൾ നിക്കുന്നിടത്ത് ഇടിക്കാക്ക് കൊണ്ടു കൊടുക്കുക. അക്ക നിങ്ങൾക്ക് വേണ്ടി മേടിച്ചു. അവിടെ ബാക്കിൽ കൂട്ടിട്ടുണ്ടാവില്ല. എല്ലായിടത്തും ഉണ്ട്. ഇവിടെ തേങ്ങ ഒന്നും ആർക്കും വേണ്ടല്ലേ. ഇങ്ങനൊരു വീഡിയോ ആരും യൂട്യൂബിൽ കാണിച്ച് കാണില്ല എന്ന് തോന്നുന്നു കേട്ടോ. അല്ല ഇങ്ങനെ ഉള്ളേരിയ കൂടെ ഇത്രങ്ങാനല്ലേ പോവാന്. ആ നമ്മൾ ഉദ്ദേശിച്ച അതിനും കൂടുതലുണ്ട് ഗൈസ്. 8 കിലോമീറ്ററാണ് മൊത്തത്തിൽ അഗത്തി ദ്വീപ് ഉള്ളത്. അതിൽ 7000 ഇപ്പോൾ ഒരു 10000 പേര് താമസം ഉണ്ടാവും. നല്ല രസമുണ്ട്. പക്ഷെ ഇവർക്ക് ഒരു കോളേജ് ഇല്ല, ഒരു പെട്രോൾ പമ്പ് ഇല്ല, പിന്നെന്താ ഇല്ലാത്ത എയർപോർട്ട് ഉണ്ട്. കോളേജ് ഉണ്ടല്ലോ അഗത്തിയിൽ. ഇല്ല. സ്കൂള് +2 വരെ ഉണ്ട്. അതാണ് ഒരുവിധം പിള്ളേര് സ്കൂളിങ് കഴിഞ്ഞാല് നമ്മളെ കേരളത്തിലോട്ട് പഠിക്കാൻ പറ്റും. അതോടുകൂടി നല്ല കുട്ടികളൊക്കെ നാശാവും ചെയ്യും. അവര് പഠിച്ചിട്ട് പോവും, നാട്ടിലോട്ട് തിരിച്ചു പോകും. ഇന്നലെ കാക്ക പറഞ്ഞിട്ടില്ലേ, ഇവിടെ ഇങ്ങനെ ചട്ടക്കൂടിൽ ഇട്ട് പേടിപ്പിച്ച് വളർന്ന കുട്ടികൾ എന്താക്കും, കേരളത്തിൽ കണ്ട് പോകുമ്പോൾ ഫ്രീഡം അങ്ങോട്ട് കിട്ടുമ്പോൾ നാശാവുന്നു. ഓരോ ഡ്രഗ്സിനും അതിനും ഇതിനൊക്കെ. ജിന്ദഗി നന്നാ പാട്ട് കേട്. ഒരു കോപ്പി റൈറ്റും ഇല്ല. ഞങ്ങൾ വണ്ടി സൈഡാക്കി ഒരു ചായക്കടയിൽ കയറിയാണ്. ലക്ഷദ്വീപിലെ ചായക്കട എല്ലാ വീഡിയോയിലും കാണിക്കുന്നുണ്ട്. ഓരോ ദിവസവും ഞങ്ങൾ ഓരോ ചായക്കടയിലാണ്. ഇന്നത്തെ ചായക്കട ഇതാ. ഇവരെ പിന്നെ എല്ലാ വീഡിയോയിലും കാണുന്നതുകൊണ്ട് അറിയാലോ. പുള്ളി നമ്മൾ കണ്ടിട്ടില്ല. എൻ്റെ ഫ്രണ്ട് പേര് സൈനുദ്ദീൻ. ഓക്കെ, ഇത് അറിയാത്തവർക്ക് ഒന്നുകൂടി പറഞ്ഞു കൊടുക്കാം. ആശാൻ എന്ന് വിളിക്കും. റാഫി എന്നുള്ളത് ശരിക്കുള്ള പേര്. ഗായകനാണ്. പാട്ടൊക്കെ പറയും. വെറുതെ പറഞ്ഞ പാട്ട് കേൾക്കും. അതിനാണ് ചായക്കട. ഇവിടെ നിങ്ങൾ പൊറോട്ടക്ക് എന്താ പറയാ? പൊറോട്ട. പൊറോട്ട ഗൈസ്. പൊറോട്ട എങ്ങനെയാ പറയാ? അനക്ക് പൊടിയുണ്ട, അനക്ക് പൊടിയുണ്ടാ, അങ്ങനെയല്ലേ അറിയാം. അനക്ക് പൊടിയുണ്ടോ മനസ്സിലാ? എന്നെ മനസ്സിലാ. പിടിയുണ്ടാ, പൊടിയുണ്ടാ, അങ്ങനെ പറയാ. എല്ലാത്തിലും
അനക്ക് എന്നെ പൊടി ഉണ്ടോ? ഇപ്പൊ മനസ്സിലായി. ഉണ്ടോ അല്ലത് ഇത് 50 ചായ. അല്ലോ, ഇവിടെ ഷുഗർ ഫ്രീ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കടലിൽ ഉപ്പല്ലേ കിട്ടല്, പഞ്ചസാര കിട്ടുന്ന മതി ഇവിടെ. എന്തൊരു മധുരം അറിയോ? ഷുഗറൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അമ്മൊരു മധുരം. ഇത് ഷുഗർ പേഷ്യന്റിനെ പോലെ തീരെ യൂസ് ചെയ്യും. അല്ല, നിങ്ങൾക്ക് ഷുഗർ ഇവിടെ ഉള്ളവർക്കൊന്നും ഷുഗർ ഇല്ല? ഷുഗർ ഉണ്ട്, പിന്നെ അധികം എല്ലാവർക്കും മെയിനായിട്ട് മധുരം വേണം. ഇവിടുത്തെ മിലിറ്ററിക്കാർ ചെക്ക് ചെയ്ത് നോക്കി എല്ലാ ദിവസവും ഹോർലിക്സ് ഓർക്കുണ്ടോ? യാസിനിക്ക് സ്നോർക്ലിംഗ് ആക്ടിവിറ്റിക്ക് പോവാണ്. യാസിനിക്കയും ഇരിക്കുമ്പോൾ ക്ലാസ് എടുത്തരാം. ഓക്കെ, ഇതാണ് സ്നോർക്ലിംഗ് ചെയ്യുന്ന മാസ്ക്. ഓക്കെ, മൂക്കിലൂടെ ശ്വാസം എടുക്കാം, വായിലൂടെ ശ്വാസം എടുക്കാം. എയർ ഇന്ത്യ അല്ല, ഹിന്ദിക്കോ ഒന്നും കാണുന്നില്ല ക്യാമറ. അത്ര മാത്രമല്ല. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്. വേറെ പ്രത്യേകിച്ച് ഒരു ഇടുന്നില്ല. ഇത് ചെറുതായിട്ട് കടലിലടിങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. അതായത് സ്കൂബ ഡൈവിങ് ചെയ്ത ആൾക്ക് ഇതൊരു ഒത്തിരിയല്ല. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ഡാൻസൊക്കെ വരാനുണ്ട്. ഇവിടെ കടലടിയിൽ ഡാൻസ് ഉണ്ടോ? വെറുതെ പറയല്ലേ. 27 അപ്പൊ യാസിനിക്ക ആ ശരിയാ. നീന്താൻ അറിയൂല ഇവർക്ക്, നീന്താൻ അറിയാ ഇവർക്ക്. ഇന്ന് ശിങ്കു ഞാനില്ല. എന്താന്നറിയോ, എനിക്ക് ഡ്രസ്സ് വേറെ ഇല്ല. ഇനി ഓരോ എയർപോർട്ടിലേക്ക് പോകാനുള്ള ഡ്രസ്സ്. ലക്ഷദ്വീപിൽ വരുന്നവരോട് പറയാനുള്ളത് കറക്റ്റ് ഡ്രസ്സായിട്ട് വരരുത്. ലക്ഷദ്വീപിൽ ആണെങ്കിൽ 3 നല്ല കൂട്ടം എടുത്തിട്ട് വരരുത്. കാരണം നമ്മൾ ഒരു ദിവസം വെള്ളത്തിൽ കളിക്കുമ്പോൾ അന്ന് 2 കൂട്ടുണ്ട്. പിറ്റേ ദിവസം വീണ്ടും വെള്ളത്തിൽ കളിക്കുമ്പോൾ അത് നാശം. അങ്ങനെ 4-5 വട്ടം ഞാൻ കറക്റ്റ് ഡ്രസ്സ് എടുത്ത് വന്നോണ്ട് ഇനി കൂട്ടേണ്ടി വരും മിനിമം. ഇപ്പൊ 3 ദിവസത്തിന് ഒരു 6 ഡ്രസ് ആയിട്ട് വന്നു. ആൺകുട്ടിയൊക്കെ വിഷയം തന്നെ. ട്രൗസർ 2-3 കൂടുതൽ. നമ്മ ഒരുമിച്ചാലോ? നാളെ രാവിലെ അല്ലേ? മറ്റന്നാളല്ലേ? 4 ദിവസം. വെള്ളിയാഴ്ച സ്നോർക്ലിങ്ങിന് പോവാണ്. ബൈ ബൈ, പോയിട്ട് വാ. രണ്ടുപേരും പോയിക്കൊണ്ടിരിക്കാന്ന് വിളിക്കാം. എത്രത്തോളം സൂം ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. രണ്ടുപേരും ഇറങ്ങിട്ടോ. എങ്ങനെ പോകുന്നു കണ്ടറിയാം. അതിൽ കഴുകണം. കഴുകിയതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കൊടുക്കാൻ വെയിറ്റ് ചെയ്തിട്ട് വലിയ വേവ്സ് എന്നെ കാണുമ്പോൾ കടലിനൊരു അവസ്ഥ. എപ്പോഴും വലിയ തിരമാലയില്ല. എന്താ ഇത്ര നേരം ഇല്ലാത്തൊരു വേവ്സാണ് ഇപ്പോൾ. വലിയ വേവ്. അത് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നേരെ
കണ്ടോ നല്ല വേവ് ആയിട്ടുണ്ട് ഇപ്പോൾ. നല്ല തിരമാലയൊക്കെ ഇവിടെ വന്നിരിക്കുകയാണ്. ഒരു കയാക്കിങ്ങിന് പോയി കേട്ടോ. ഇന്നലെ ഞാൻ വന്നുകൊണ്ട് അധികം കയാക്കിങ് നടന്നില്ല, കാരണം എനിക്ക് പേടി വരും. നോക്ക്, അവരങ്ങും വീണോടുത്ത് കഷ്ടത്തേക്ക് പോയി. നോക്ക്, ആ പച്ച ബോട്ടാണ് യാത്രിക്ക്. നമ്മളെ ഗൈഡില്ലേ റാഫിക്ക, ആയിക്കയും കൂടിയാണ് പോയേക്കുന്നത്. അതുകൊണ്ട് അവർ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്. എന്നെയും കൂട്ടി പോകുമ്പോൾ ഞാൻ ആ തുമ്പിലെത്തുമ്പോൾ പറയും അത് പേടിയാണ് അങ്ങനെ ഒരറ്റത്ത് പോയിട്ടും ഇതേക്കും റിട്ടേൺ വരെയാണ് പോകുന്നത്. എന്തായാലും കൊള്ളാം, നല്ല രസമുണ്ട്. അവരെ കാണുന്നില്ല, എങ്ങനെ വീഡിയോ എടുക്കാൻ മനസ്സിലാവുന്നില്ല. അതിലേതോ ആണ് അവർ രണ്ടുപേരായിട്ടാ പോയത്. ഫുള്ള് സേവനവാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫുള്ള് ഇങ്ങനെ കത്തിക്കാണ്, വൃത്തിയാക്കാം മൊത്തത്തിൽ. നല്ല വേവ്സും അടിക്കുന്നുണ്ട്. നോക്കിയോ, അവിടുന്ന് ഹായ് ഹലോ കാണിക്കുന്നുണ്ട്. കൊള്ളാം. അവർ തിരിച്ചു വരാമെന്ന് തോന്നുന്നു. അവർ തിരിച്ചു വന്നുകൊണ്ടിരിക്കും കേട്ടോ. എന്തായാലും കൊള്ളാം. യാസിൻക്കാക്ക് തീരെ നീന്തൽ അറിയില്ല, പക്ഷെ നീന്തൽ അറിഞ്ഞില്ലെങ്കിലും നമ്മൾ അവരെ കൊണ്ടുപോയി ചെയ്യിപ്പിക്കും. വളരെ സേഫായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഞാൻ വരെയും ചെയ്തത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കും ചെയ്യാം. ഇതിൻ്റെ ആക്ടിവിറ്റീസിൻ്റെ കാര്യമായിട്ടോ പറഞ്ഞേ. എന്തായാലും അവർ തിരിച്ചു വന്നുകൊണ്ടിരിക്കാം. എന്തായാലും ഇതിൽ ഇപ്പം യാസിനൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ടാവും, കാരണം എന്നായിട്ട് കൂട്ടി പോകുന്ന നഷ്ടക്കാരൻ പേടിയല്ലേ. അപ്പം മൂപ്പരിക്ക് അങ്ങനെ കയാക്കിങ് ഇന്നലെ ഇതാക്കാൻ പറ്റിയിട്ടുണ്ടാവും. ഹായ് കാണിക്ക്, ഹായ് ഹലോ. ഫൈനലി അവർ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. നോക്കാം വന്നിട്ട് പച്ച ബോട്ടാണ് നമ്മൾ കസിൻസരി വന്നു. അടുത്ത ഫാൻസ് സബ്സ്ക്രൈബേഴ്സിനെ അവിടെ വെച്ച് മീറ്റ് ചെയ്തിട്ടും പോകുന്നതാണ്. അവിടെ കൈ കൊടുക്കുന്നുണ്ട്. നല്ല രസമുള്ളതാണ്. ഇവിടെ സ്നോർക്കലിങ്ങും കയാക്കിങ്ങും കൈവിട്ടുകയാണ്. ഇവരിതേ ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എന്തായാലും നിങ്ങൾ ഇന്ന് പോയത് നല്ല വെറുത്തായി. അവിടം വരെയും പോയില്ലേ? അത് ഞാൻ പറഞ്ഞു, എന്നെ കൊണ്ട് പോണ പകുതിക്ക് വെച്ച് ഞാൻ ദിക്കറ് സ്ഥലത്ത് ചെറിയ തിരിച്ചു വരും. ഈക്ക് ഉണ്ടായോണ്ട് അകലെ പോയില്ലേ? സ്വിമ്മിങ് സോ ഗൈസ്, ശിങ്കു വെള്ളടി തുടങ്ങിയിട്ടുണ്ട്. ഇത് ലക്ഷദ്വീപിലത്തെ ലോക്കൽ ഡ്രിങ്കാണ്. കണ്ടു കഴിഞ്ഞാൽ തെങ്ങുകളിലെ ചെത്തി ഇറക്കിയ പോലെ ഉണ്ടാവും. സംഭവം തന്നെയാണ്, തെങ്ങിന്ന് ചെത്തി ഇറക്കുന്നതാണ്. ലക്ഷദ്വീപുകാരുടെ മീറ അല്ലേ, മിറ എന്നാണ് വിളിക്കുക. കുടിക്കുമ്പോഴില്ലേ പറഞ്ഞു കൊടുക്കട്ടെ. അപ്പം ഇത് ഇപ്പം ചെത്തി ഇറക്കിയതാണ്. ആദ്യത്തെ 24 മണിക്കൂറിന് ഇത് കുടിക്കുകയാണെങ്കിൽ ഇത് കള്ളല്ല, നോൺ ആൽക്കോളിക്കാണ്. അത് കഴിഞ്ഞ് ഇത് കള്ളാവും. സോ ഇവിടെ വരുന്ന എല്ലാ ടൂറിസ്റ്റുകളും കുടിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ വരുമ്പോൾ ഒന്ന് ട്രൈ ചെയ്യാം. ലിറ്ററിന് 200 രൂപയാണ്. നല്ല രസമാണ്. ഇപ്പം മിറ എന്ന് പറയുന്ന സാധനം എന്തായാലും നോൺ ആൽക്കോളിക്ക് കറക്റ്റ് ശിങ്കു പറഞ്ഞ പോലെ സ്പ്രൈറ്റും നല്ല തണുപ്പൊക്കെ ആയിട്ട്
അടിപൊളി സാധനം. നമ്മളിപ്പോൾ 1 ലിറ്ററാ പറഞ്ഞേ, ഇനി ഒരു 10 ലിറ്റർ പറയല്ലേ? അടിയേ 24 മണിക്കൂർ എടുത്ത് വെച്ചാലോ. എന്നിട്ട് അപ്പൊ ആൽക്കഹോളിക് ഇതല്ല ഇവിടെ ഒന്നും. പിന്നെ ലക്ഷദ്വീപ് അറിയാലോ, അഗത്തിയിലൊന്നും ആൽക്കഹോളിക് കുടിക്കാൻ പറ്റില്ല. ആൽക്കഹോൾ പാടില്ല, പ്രൊഹിബിറ്റഡ് ആണ്. അപ്പം ഇതുപോലത്തെ ലോക്കൽ ഡ്രിങ്കുകളാണ് ആൾക്കാർ ടേസ്റ്റ് ചെയ്തടിക്കുക. വാ ഓക്കെ. മതിയോ? ബാക്കി മതി ബാക്കി കുടിച്ചോ. ഈ ഒരു വെതറിൽ നല്ല ചൂടത്ത് നാച്ചുറൽ മധുരമാണ്. ഒരു കള്ള് കുടിക്കുന്ന ഫീല് കിട്ടും തോന്നുന്നു. കാരണം നല്ല ടേസ്റ്റുള്ള കരിക്കും നല്ല മധുരമുള്ള കരിക്കും വെള്ളത്തിൽ കുറച്ച് നമ്മൾ സ്പ്രൈറ്റ് ഒക്കെ നാച്ചുറൽ സ്പാർക്ലിംഗ് വാട്ടർ എന്നറിയാം. ടെൻഡർ കോക്കനട്ട് സ്പാർക്ലിംഗ് വാട്ടർ അങ്ങനെ പറയാം. പക്ഷെ ഒരു കള്ളിന്റെ ഒരു അങ്ങോട്ട് എത്തുന്നുണ്ട് അല്ലേ? ഇല്ല. ഇല്ലേ? ഉണ്ടോ? ഇല്ല, അങ്ങനെ എനിക്ക് തോന്നി. എന്തായാലും രസമുണ്ട് കേട്ടോ. ബെസ്റ്റ്. ഇനി വരുമ്പം ട്രൈ ചെയ്യേണ്ട സാധനം. ഹായ് ഗൈസ്. അപ്പം സ്കൂബ ഡൈവിങ് കഴിഞ്ഞ് റൂമിലെത്തി. പിന്നെ മറ്റേ മീര എന്ന് പറഞ്ഞ സാധനമൊക്കെ കുടിച്ച് അതിനുശേഷം ഷർട്ടൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഇട്ട ഷർട്ട് വീണ്ടും എടുത്തിട്ടതാ. ചിങ്കു ഇതന്നെ പയ തന്നെ കേട്ടോ. അപ്പോൾ നമ്മൾ അത് ചെത്തുന്ന കാണാൻ വേണ്ടി പോവുക കേട്ടോ. ഇവിടെ ഐലൻഡിൽ ചെത്തുന്ന കാണാൻ അല്ലേ? യെസ്. അപ്പോൾ പോയി നോക്കാം. ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഒന്ന് പോയി നോക്കാം. ഓക്കെ, നമ്മളെ എയർപോർട്ട് റോട്ടിലാട്ടോ നമ്മളുള്ള. ഓക്കെ, എന്ത് ഭംഗിയാ കാണാൻ. നോക്ക് ലഗൂണും എന്ത് രസം. നല്ല റിസോർട്ടുകൾ. സൂപ്പർ. എന്ത് രസാ. പോവാൻ തോന്നുള്ള. പക്ഷെ ഇന്ന് ലാസ്റ്റ് ഡേ ആ സങ്കടാവും. ആട്ടുംകുട്ടി. ഓ ആട്ടുംകുട്ടി. ഇവിടുത്തെ ആട്ടുംകൂടിൻ്റെ ഒക്കെ സ്റ്റൈല് പ്രത്യേകതയാണ്. നമ്മളെ നാട്ടിൽ ഫുള്ള് ഗ്രില്ലിട്ട് അടിച്ചുറച്ച് അങ്ങനെയല്ലേ. ഇവിടെ എന്ന് വെച്ചാൽ 2 വെച്ച് അങ്ങനെ അതേ ഉള്ളൂ. ഹായ് വല്ലിപ്പ. അസ്സലാമു അലൈക്കും വല്ലിപ്പ. ഹായ്. ഞാനില്ലേ ഇത് ഷൂട്ട് ചെയ്തോട്ടെ. ഞാൻ അസ്സലാമു അലൈക്കും. ഓ കയറിക്കോട്ടെ. ഞാൻ വീഡിയോ കൊടുത്തോട്ടെ. ഇത് നിങ്ങൾ ആക്കുന്ന. താങ്ക് യു സോ മച്ച്. ആ നല്ല രസമുണ്ട് ഗൈസ്. മുണ്ടൊക്കെ കുത്തിയിട്ട് ഇത് കണ്ടോ. എന്തോ കജ്ജ കുത്തണെന്നാ പറഞ്ഞു. അവിടെയാ ആട്ടുംകൂട് ഒക്കെ. ഇവിടുത്തെ ആട്ടുംകൂട് പ്രത്യേക സ്റ്റൈലാ. ഇവിടെ ആട് റിലാക്സ് ചെയ്യാ. ആടെ ഇവിടെ എവിടെ കണ്ടോ? ഞാൻ കാണില്ല. സൂം ചെയ്യാൻ പറ്റില്ല. പിടിച്ച സുന്ദരിമണി. എവിടെയോ പൂച്ച ഇതാട്ടോ മൂപ്പര് കയറുന്ന്. മീര എന്ന് പറഞ്ഞ സാധനം എടുക്കാൻ വേണ്ടിയിട്ട്. കുപ്പി ഇത് അവിടെ ഉണ്ട് കണ്ടോ. ദിസ് ഈസ് അവർ കുപ്പി. നമുക്ക് തന്നെ വാങ്ങിയാലോ? അപ്പം തന്നെ കുടിച്ചാലോ? നല്ല ടേസ്റ്റി ആയിട്ടുള്ള നീര കുടിക്കണമല്ലോ. ആ കുപ്പിയിലാക്കി കൊണ്ടരുമല്ലോ. കണ്ടോ കണ്ടോ ഇപ്പൊ കണ്ടോളി.
ഇത്രയും കിട്ടി. കുത്തിയടിക്കും. ഇത്രയും കിട്ടി. ലക്ഷദ്വീപില് ചിങ്കു ഫാൻസ് കഴിച്ചു. വ്ലോഗ് എടുത്തോണ്ട് നിൽക്കുകയാണ്. ഞങ്ങളിവിടെ ചായ പിടിക്കാൻ വന്നതാണ്. ഇതാണ് ചായക്കട. ഈ ബീച്ചിന്റെ പേരെന്തേനു? അന്താം ബീച്ച്. അന്താം ബീച്ച് ഗൈസ്. ആദ്യമായിട്ട് ഒരു സ്ഥലത്ത് പാട്ടൊക്കെ ഇട്ടിട്ട് ഒരു ഇത് കാണണം കേട്ടോ അവിടെ. ലക്ഷദ്വീപിൽ വന്നിട്ട് ഒരു കൂട്ടം ഉമ്മമാരും താത്താമാരെയും ഞാൻ കണ്ടു. ഇതാണ്. ഓ താങ്ക് യു സോ മച്ച്. എല്ലാവരും യാസിക്കാരും ഇപ്പോഴാ ഗേൾസിനെ കണ്ടത്. ബ്ലോഗ് ഇട്ടില്ലേ യാസിക്കയുടെ? ആ ബ്ലോഗായിരുന്നു ഫസ്റ്റ് കാണുന്നേ. ഇപ്പോഴാണ് നിങ്ങൾ ഫാമിലി ബ്ലോഗ് അല്ലേ? ഇപ്പൊ എന്തായാലും എനിക്ക് സന്തോഷായി. ഞങ്ങൾ ആശാവർക്കറാണ്. ഇത് നിങ്ങൾ ഇവിടെ സൊറ പറയുന്ന സ്ഥലല്ലേ? ഇല്ല, ഞങ്ങളിപ്പോ പിക്നിക് പോലെ വന്നതാ ഇവിടെ. അപ്പൊ ഈ ഐലൻഡിലല്ല? ഞങ്ങൾ ഈ ഐലൻഡിലാണ്, പക്ഷെ കുറച്ച് ദൂരെയാണ് ഞങ്ങളെ വീടൊക്കെ. ശരി, താങ്ക് യു സോ മച്ച്. ബൈ പറയോ? ബൈ, താങ്ക് യു സോ മച്ച്. എന്തായാലും ഇത്താന്റെ പേരൊന്നുകൂടി എനിക്ക് വേണ്ടിട്ടല്ലേ വീഡിയോ ഷാക്കിറ കമന്റ് ഇടാറുണ്ടെന്നാ പറഞ്ഞത്. ഞാൻ ഇനി ചെന്നിട്ട് നോക്കാട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. കണ്ടതിൽ നല്ല സന്തോഷം. മുമ്പ് വന്നിട്ടുണ്ടായിരുന്നല്ലോ, ആ യാസിനൊക്കെ മാത്രം കാണാൻ പറ്റിയില്ല. വന്നിട്ട് പോയാന്ന് പറഞ്ഞു, വീഡിയോയിൽ കണ്ട്. അവ കാണാൻ പറ്റിയില്ല, പക്ഷെ കാണുന്നുണ്ടായിരുന്നു, പക്ഷേ പറ്റിയില്ല. ഇത്താന്റെ ഫോട്ടോ എടുത്തപ്പോ കൈയൊക്കെ വരക്കെ. നിങ്ങളെ കാണാൻ ഇന്നലെ ഞാൻ പറഞ്ഞതാ, എനിക്ക് കാണണം. നമ്മൾ ഇവിടെ താമസിക്കാം, ഇവിടെ എടുത്തപ്പോ എനിക്കറിയാം. കമറില്ലേ, കമർക്കാന്റെ വീട്ടിൽ. വീഡിയോ കണ്ടപ്പോ ചായ കുടിക്കണം. ചായ എന്നാ ശരി. അസ്സലാമു അലൈക്കും. ശരി എന്നാ പോട്ടെ. അസ്സലാമു അലൈക്കും. ശരി. നമ്മളറിയുന്ന എത്താമാരാട്ടോ. ഇവിടെ ഇന്ന് ചായ കുടിക്കാം. വേണ്ട എനിക്ക് അപ്പൊ എല്ലാവരും സൊറ പറഞ്ഞ് ചായ കുടിക്കാം. എല്ലാവരും പരിചയപ്പെടുത്തിയാലോ? ഓരോരുത്തർ പേര് പറയാം. തുടങ്ങിക്കോ. ഹലോ, ഹായ്. പേരെന്താ? ഫാത്തിമ. ഇത്താന്റെ പേരോ? സാലിഹത്ത്. ഹായ്. ഷാക്കിറ. പേരെന്താ? ഹായ്, സൂപ്പർ. ഓക്കെ. ഓക്കെ, അപ്പൊ ഗൈസ് ഇവരെല്ലാവരും ചായ കുടിക്കാട്ടോ. നല്ല രസമുണ്ട് ഇങ്ങനെ ഇരിക്കണ കാണാന്. ഇങ്ങനെ നമ്മളിവിടെ ഒന്നും ഇങ്ങനെ ഓ വീട്ടില് പറയാം. പറയതേ ഇതില് കാണും. ഇനിയിപ്പോ ഇത് പറയാൻ. അപ്പം എന്തായാലും രസമുണ്ട്. നമ്മളെ നാട്ടിലൊന്നും ഇങ്ങനെ സൊറ പറഞ്ഞൊന്നും ഇങ്ങനെ ഇരിക്കൂല. എല്ലാവരും ടിവിയും അതൊക്കെ ആയിട്ട് മൊബൈലിൽ ഇങ്ങനെ കുത്തിക്കളിച്ച്. ഇതെന്തായാലും നല്ല രസം. ഇവിടെ ഞാൻ വന്നപ്പോഴും കണ്ടിരുന്നു എല്ലാ ഉമ്മമാരും വൈകുന്നേരം നേരത്ത് ബീച്ചിന്റെ അവിടെ പോയി ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞിരിക്കുന്നു. എന്തായാലും നല്ല രസം. ആ കൊള്ളാം. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇങ്ങോട്ട് തിരിച്ചു വരണമെന്നുണ്ട് ഇൻഷാ അല്ലാഹ്. പരീക്ഷ എഴുതണം. പക്ഷെ അങ്ങനെയല്ല, ജോലി എടുക്കാനായിട്ട്. ഞാൻ മെഡിസിൻ കഴിഞ്ഞതാ, MBBS കഴിഞ്ഞു. അപ്പൊ എനിക്ക് ഇൻഷാ അല്ലാഹ് ഒരു 6 മാസം വരെ കോൺട്രാക്ട് എടുത്ത് വരണമെന്നുണ്ട് ഇൻഷാ അല്ലാഹ്.
പറ്റട്ടെ. എനിക്ക് എല്ലാവരും നല്ല നല്ല സ്നേഹമായി. നല്ല ഞാൻ വന്നത് ഏറ്റവും നല്ല സ്ഥലം, എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാ ആൾക്കാരും പോലീസുകാരായാലും എല്ലാവരും വളരെ ഡൗൺ ടു എർത്ത് ആയിട്ട് താഴെ നിന്ന് സംസാരിക്കുന്ന നല്ല ഇഷ്ടപ്പെട്ടു. ഓ നാളെ രാവിലെ പോകും. ഞാൻ പെട്ടെന്ന് കാണുമ്പോൾ ഓടി വന്നു പെട്ടെന്ന് കാണുമ്പോൾ നല്ല ആക്റ്റീവ് ആട്ടോ നിങ്ങളെല്ലാവരും. താങ്ക് യു. എന്നാ പൊക്കെ നിങ്ങൾ ചായ കുടിച്ചോ? ഓ ഇല്ല എനിക്ക് ചായ വേണ്ട, ഞാൻ അവിടെ പറഞ്ഞിക്ക് അല്ല ഞാൻ വേസ്റ്റ്. നിങ്ങൾ കുടിച്ചോ, നിങ്ങൾ എൻജോയ് ചെയ്യും. ഞാൻ പോട്ടെ. ശരി, നല്ല രസമുണ്ട്. ഓ ആ ഫോട്ടോ ഞാൻ ഇപ്പൊ ഞാൻ വിളിക്കാം. എന്നാ ശരി, നല്ല രസമുണ്ട്. താങ്ക് യു. ഇല്ല വേണ്ടടാ, കുടിച്ചു. ശരി, ഞാനിപ്പോ വിളിച്ചിട്ട് വരാം. ഫോട്ടോ വന്നിട്ടുള്ള ബീച്ചിങ് കാണിച്ചെന്നില്ലല്ലോ. ഇതാണ് അന്താൻ ബീച്ച്. ഇവിടെ വന്നപ്പോഴാണ് ഷിങ്കുവിൻ്റെ ഫാൻസ്. ഓ ഷിങ്കുവിന് വൻ ഹാപ്പി ആയി. ഇവിടെ വന്നപ്പോ എനിക്ക് ഒരു കൂട്ടെത്താത്തമാരെ കിട്ടി. എന്റെ സബ്സ്ക്രൈബേഴ്സ് താങ്ക് യു സോ മച്ച്. എല്ലാരും കണ്ടിരുന്നു. ഷിങ്കു ഹാപ്പി, ഡബിൾ ഹാപ്പി ഗൈസ്. ഇത്രയും നല്ല ചെക്കന്മാരായിരുന്നു. യാസിൻഖാൻ മാത്രം എന്നെ ആരും മൈൻഡ് ആക്കൂല. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് എനിക്ക് ഫ്രണ്ട്സ് എല്ലാവരും അടുക്കളയിൽ ഇരിക്കണോണ്ടാ. ഇപ്പൊ പുറത്ത് കിട്ടിയപ്പോൾ എല്ലാരും കിട്ടിയത് ഒരു കൂട്ടം ആൾക്കാർ. സോ ഹാപ്പി. ഷിങ്കു ഹാപ്പി. ഞങ്ങള് വണ്ടി എടുത്തിട്ട് ഫുള്ള് കറങ്ങട്ടെ. അന്താൻ ബീച്ച് കൊള്ളാം, നല്ല രസമുണ്ട്. ഇത് കറക്റ്റ് എയർപോർട്ടിന്റെ തൊട്ടടുത്തായിട്ട് കേട്ടോ ഈ ബീച്ച് വരുന്നത്. നമ്മൾ ഇവിടെ അടുത്തുള്ള റിസോർട്ടിൽ വന്നേക്കാട്ടോ. അതായത് നമ്മളൊരു ഫാമിലീനെ പരിചയപ്പെട്ടില്ല, അപ്പോൾ അവർ ഇൻവൈറ്റ് ചെയ്തതാണ്. ഓക്കെ, ഇവിടെ ഇവരുടെ ഒരു ട്രഡീഷണൽ പ്രോഗ്രാമാണ് ഇത്. നോക്കിക്കോ, നല്ല രസമുണ്ട്. ആ ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുകയാണ്. നോക്കിക്കോ, ഞാൻ ആദ്യമായിട്ട് ഇത് കാണുന്നത്. വാള, ഇത് വാളൊക്കെ ഒറിജിനലാ? ഒറിജിനൽ വാള ദേ കയ്യിലുണ്ടോ? വാളല്ലേ ഇത്? ആ മുറിക്കുന്ന വാള. നല്ല രസമുണ്ട് കാണാൻ. ഇവര് നടുവിൽ നിർത്തോ? നടുവിലിരുത്തിയിട്ടാ കളിക്കുന്നേ? നടുവിൽ നിർത്തിയിട്ടാട്ടോ കളിക്കുന്നേ. നല്ല രസമുണ്ട്. ലക്ഷദ്വീപിന്റെ ട്രഡീഷണൽ ഡാൻസ് ആണ്. അതറിയില്ല, അവർ വരുമെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു വൈകിട്ട് വരാൻ പറഞ്ഞായിരുന്നു. എനിക്ക് റീൽസിന് തന്നെ നല്ല രസമുണ്ട് കാണാൻ. ലക്ഷദ്വീപിന്റെ ഡാൻസ്.
ഗൈസ് ഇത് ഇവിടുത്തെ ട്രഡീഷണൽ ലക്ഷദ്വീപിന്റെ ട്രഡീഷണൽ ഫുഡ് ഡിഷാണ് കിലാഞ്ചി. ഇലാഞ്ചി. കിലാഞ്ചി കിലാഞ്ചിനാ ഇലാഞ്ചിനാ? കിലാഞ്ചി. കിലാഞ്ചി അതായത് ദോശ പോലത്തെ ഒരു ഐറ്റവും അതിന്റെ കൂടെ പാലും പഴവും പിന്നെ ഒരു ദോശ പോലത്തെ സാധനം. ഞാനുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. സൂപ്പർ. വായ വെച്ചരാം. നല്ല ടേസ്റ്റ് ഇല്ലേ? നോക്കിക്കോ, ഇതൊരു പീസ് എടുക്ക, ഇതൊരു പീസ് എടുക്കാം. അലിഞ്ഞു പോവും. പഴത്തിന്റെ നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? സാധാരണ ഞാൻ നേന്ത്രപ്പഴം കഴിക്കലില്ല. ഇത് നേന്ത്രപ്പഴം അല്ല, ഇനി ഇത് നേന്ത്രപ്പഴോ? രണ്ടെണ്ണം കൂടി തിന്നാൻ തോന്നി. ടേസ്റ്റ് കൊണ്ട് കഴിക്കാട്ടോ. പഴം കുറച്ച് കൂടുതലുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഇവിടെ വരുമ്പോ ടേസ്റ്റ് ചെയ്ത് നോക്കണം. എനിക്കതല്ല കേട്ടാ കഴിച്ച. അപ്പൊ ഇത് രാത്രി നമ്മളെ സ്വന്തം റാഫിഖാന്റെ വീട്ടില് നമ്മള് ഇന്ന് വിരുന്ന് വിളിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ അതിനു വേണ്ടി പോവാണ് അല്ലേ? നമുക്ക് പോവാം അവിടെ. സോ എക്സൈറ്റഡ് ടു സീ എവരിവൺ. അപ്പം അവിടെ മക്കളുണ്ടോന്ന് അറിയില്ല, എന്നാലൊരു ബോക്സ് മിഠായി അല്ല, ഒരു വീട്ടിലേക്ക് പോകുമ്പോ സാധനങ്ങൾ വേണം. അത് ഞാൻ കണ്ടപ്പോ ഗൂഗിൾ മാപ്പ് ഒക്കെ വർക്ക് കിട്ടോ? ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാ പോണേ. 8 മിനിറ്റ് ഉണ്ടല്ലോ. നീ ഓഫാക്കി, എല്ലാം അവിടെ എത്തൂല. എന്നാ ശരി, ഓക്കെ. ഇനി പോണ വഴിക്ക് കാണിച്ചു തരാം ബാക്കി. ഇതായിരുന്നു ഭക്ഷണം കഴിച്ചിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഉമ്മ നല്ല രസമാണ് വർത്താനം പറഞ്ഞിരിക്കാൻ. അപ്പം ഇറങ്ങാണ്, ഉമ്മനെ കാണിക്കുന്നില്ല അല്ലേ? അപ്പോൾ അതെ, നമ്മൾ റാഫിഖാൻ്റെ വീട്ടിൽ നിന്ന് പോകല്ലോ. അതുമ്മ ലൈറ്റ് ഫാനിൻ്റെ ഓഫ് ചെയ്തപ്പോൾ മാറിപ്പോയതാ. അപ്പം ഞങ്ങൾ ഇറങ്ങാൻ പോവാ. ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്. ഉമ്മനെ കാണിക്കണ്ടല്ലോ? വേണ്ടല്ലേ? ആ, പ്രശ്നമുണ്ടോ? തലേ തട്ടോട്ടോ. ഉമ്മാനെ കാണിച്ചുതരാം. ഇതാണ് നമ്മളെ റാഫിഖാന്റെ ഉമ്മ. ഉമ്മന്റെ പേരെന്താ ഒന്ന് പറയുന്നില്ല? ഐഷാവി. ഓക്കെ, താങ്ക് യു. ഓക്കെ, എടുത്തു പോട്ടെ എന്നാ. അസ്സലാമു അലൈക്കും. എല്ലാം കഴിഞ്ഞു. ടൈം ടു എൻഡ് ദ വീഡിയോ. ഇത് ഞങ്ങളെ ലാസ്റ്റ് ദിവസമാണ് ലക്ഷദ്വീപില്. നാളെ രാവിലെ നമ്മൾ ഫ്ലൈറ്റ് എടുത്ത് പോകും. അപ്പോൾ സമയം രാത്രി 10:30. എന്താ അടിപൊളി കേട്ടോ. ഞാനൊരു സ്ഥലത്ത് പോയിട്ട് എനിക്ക് തിരിച്ചു പോകാൻ തോന്നാത്തൊരു സ്ഥലം അത് ലക്ഷദ്വീപിൽ. ഇവിടെ കഴിഞ്ഞ വട്ടം മിനിക്കോയിൽ പോയപ്പോൾ എനിക്ക് പോയാൽ മതി എന്നായിരുന്നു. അവിടെ പോയി പെട്ടല്ലോ എന്നായിപ്പോയി. പക്ഷെ അകത്തിയിൽ ഇവിടെ വന്നപ്പോൾ അത് കളി മാറിട്ടോ. ഭയങ്കര രസമായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭയങ്കര രസം. 3 ദിവസം ത്രില്ലിംഗ് ആയിരുന്നു. ഒരു ബോറടിയും ഇല്ല, പ്രഷറില്ല. കറങ്ങാൻ വേണ്ടി പോകാൻ മൊത്തത്തിൽ 8 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് പ്രോഗ്രാം, എന്ത് സ്നോക്ലിങ്ങിന് പോയിക്കോട്ടെ, ഡൈവിങ്ങിന് പോയിക്കോട്ടെ, 1 കിലോമീറ്റർ അപ്പുറത്ത് പോയാൽ മതി. എല്ലാം ഒരു രസമാണ്. ഈവനിങ് ആയ എല്ലാവരും പുറത്തിറങ്ങും. അങ്ങനെയൊക്കെ ആയിട്ടില്ലേ ശിങ്കു? സോ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നാളെ കിട്ടില്ല വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. അതുപോലെ തന്നെ ആർക്കെങ്കിലും ഇതേപോലെ ലക്ഷദ്വീപ് വന്ന് കറങ്ങണമെങ്കിൽ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റാക്കി തരുന്നതായിരിക്കും. പിന്നെ പാക്കേജസ് ഒക്കെ വളരെ കുറവാണ്. ഇങ്ങോട്ട് വരുമ്പോൾ ആക്ടിവിറ്റീസിന്റെ റേറ്റ് കൂടും. അതുകൊണ്ട് പാക്കേജസിൽ വന്നാൽ മതി. യെസ്.